മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. ഇന്നലെ മാത്രം മല ചവിട്ടിയത് 1 ലക്ഷത്തോളം തീർത്ഥാടകരാണ്. പലപ്പോഴും 18-ാം പടി ചവിട്ടാൻ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളാണ്. അതേസമയം ശബരിമലയിൽ ഉണ്ടായ വീഴ്ചകളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതി നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്ന NK പ്രേമചന്ദ്രൻ MP രംഗത്തിന്റെ വിവരങ്ങളുമായി സന്നിധാനത്തിനും ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, നമസ്തേ. വലിയ രീതിയിലുള്ള തിരക്കാണോ ഇപ്പോഴും സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനൊപ്പം ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും മതിയായ കൃത്യമായ സംവിധാനങ്ങൾ ഭക്തർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പരാതികൾ തന്നെയാണോ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും KP, വൻ ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഇന്നലെ മാത്രം 1 ലക്ഷത്തോളം, അതായത് 97,000-ലധികം ആളുകളാണ് ശബരിമല ചവിട്ടിയത്. നമുക്കറിയാം, മകരവിളക്കിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മകരവിളക്കിന് വേണ്ടി നട തുറന്ന ഓരോ ദിവസവും പോലും ശരാശരി 1 ലക്ഷത്തോളം പേർ തന്നെ ശബരിമലയിലേക്ക് ഔദ്യോഗികമായി എത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കണക്കുകൾ സ്പോട്ട് ബുക്കിങ്ങിന്റെയും മറ്റ് വെർച്വൽ ബുക്കിങ്ങിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇത്തരം ബുക്കിങ്ങൾ ഇല്ലാതെയും ആളുകൾ നിരവധി, ഏകദേശം 10,000-ഓളം ആളുകൾ ശബരിമല സന്ദർശിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകളും സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടുണ്ട്. ഇത് വ്യാപകമായ പ്രതിഷേധത്തിന് തന്നെയാണ് വഴിവെച്ചിരിക്കുന്നത്. കാരണം മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയത് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ന്യായീകരണം. അതായത് 15-ാം തീയതി മകരവിളക്കിന് ഏകദേശം 40,000-ഓളം പേരും, 14-ാം തീയതി അതായത് മകരവിളക്കിന് തലേ ദിവസം ഏകദേശം 50,000 പേരോളം മാത്രമായി പരിമിതപ്പെടുത്തിയ ഒരു സ്ഥിതിയാണുള്ളത്. എന്തായാലും ആളുകൾ എത്ര പരിമിതിപ്പെടുത്തിയാലും ശബരിമലയിലേക്ക് ഒഴുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബുക്കിംഗ് ഒഴിവാക്കിയാലും അനിയന്ത്രിതമായിട്ടുള്ള ഒരു തിരക്ക് സംഭവിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. എന്തായാലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ തിരക്ക് വർദ്ധിക്കുന്നത് മൂലം തന്നെ മണിക്കൂറുകളോളം, ഏകദേശം 8-10 മണിക്കൂറുകളോളം പോലും പമ്പയിൽ നിന്ന് ക്യൂ നിൽക്കേണ്ട വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളും അമ്മമാരും അടക്കമുള്ള ഭക്തർ എണ്ണത്തിൽ വളരെ ഒരു വർധനവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൊതുവെ. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഭക്തർക്കുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇന്നലെ വളരെ വലിയ വിമർശനങ്ങളുമായി NK പ്രേമചന്ദ്രൻ MP മുന്നോട്ട് വന്നിരുന്നു. അതായത് ഭക്തജന സൗഹൃദമായിട്ടുള്ള ഒരു സംവിധാനം ശബരിമലയിൽ ഇല്ല എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഈ അരവണ, അപ്പം തുടങ്ങിയിട്ടുള്ള പ്രസാദങ്ങൾ വിതരണം ചെയ്യുന്നതിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അതായത് ഈ തലത്തിൽ പോയി കഴിഞ്ഞാൽ വരും വർഷങ്ങളിലും ഭക്തരുടെ എണ്ണം കുറയാനുള്ള ഒരു സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാർ അടിയന്തരമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണം. അത് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ശബരിമലയിലുണ്ടായ വീഴ്ച സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും MP ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം പുതിയ പോലീസ് ബാച്ച് സന്നിധാനത്ത് ചുമതലയേറ്റിട്ടുണ്ട്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡുമായി മീറ്റിംഗുകൾ നടത്തും എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലങ്ങളിൽ എത്രത്തോളം നിയന്ത്രണമാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നും നാളെയുമായി ചർച്ച നടത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ആനന്ദ് പുതൂരാണ് സന്നിധാനത്തിന് വിശദാംശങ്ങൾ നൽകിയത്.